ഏറ്റവും തമാശയായി തോന്നുന്നത് CPM എന്ന പാർട്ടി ഇപ്പോഴും തുടരുന്ന ചില നയങ്ങളാണ്. സ്വന്തം സഹപ്രവർത്തകന്റെ രക്തസാക്ഷിത്വം കൊണ്ട് പാർട്ടി വളർത്തുന്നതായിരുന്നു പണ്ട് CPMന്റെ രീതി. എങ്കിൽ ഇപ്പോൾ സ്വന്തം സഹപ്രവർത്തകന്റെ രക്തസാക്ഷിത്വത്തിൽ കഴിയാവുന്നത്ര പണം പിരിച്ച് പോക്കറ്റിലിടുന്നതാണ് ഇപ്പോഴത്തെ സഖാക്കളുടെ പണി. അതിൻ്റെ കണക്ക് പരിശോധിച്ച് യാഥാർത്ഥ്യം തെളിവ് സഹിതം വിളിച്ചു പറഞ്ഞ മുതിർന്ന നേതാക്കളെ കുലം കുത്തികളും ഒറ്റുകാരുമാക്കുകയാണ് CPM നേതൃത്വം. ഇതൊക്കെ പണ്ട് നടന്നിരുന്നു, പക്ഷേ കാലം കഴിഞ്ഞുപോയി. TI മധുസൂദനൻ എന്ന പയ്യന്നൂർ CPMന്റെ MLA പണം തട്ടിപ്പ് നടത്തിയെന്ന് കേരളം വിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാ കുഞ്ഞികൃഷ്ണൻ സഖാവിൻ്റെ വാക്കുകളിലും തട്ടിപ്പ് നേതൃത്വത്തിൻ്റെ വാക്കുകളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് കേട്ടാൽ തന്നെ വളരെ വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട്. അതിനെ ഇനി വീണ്ടും ന്യായീകരിച്ച് ഇങ്ങനെ വഷളാക്കാൻ നോക്കണ്ട. ഇവിടെ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം കണ്ട പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ് മോഷണം നടത്തിയ സ്ഥലം MLAക്കെതിരെ പയ്യന്നൂരിൽ പ്രകടനം നടത്തിയ കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രവർത്തകരെയും മർദ്ദിച്ചു എന്നുള്ള വാർത്ത. അതായത് ഇത്രയും കാലം CPMന്റെ തൊഴിൽ ഇത് തന്നെയായിരുന്നു, എതിര് പറയുന്നവരെ തല്ലി തകർക്കുക എന്നുള്ളത്. അതുകൊണ്ട് എല്ലായിടത്തും തിരിച്ചടി മാത്രമാണ് CPMന് ലഭിച്ചതും. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലെല്ലാം മറ്റു പാർട്ടിക്കാർ ഇപ്പോൾ സ്വാധീനം ചെലുത്തിക്കഴിഞ്ഞു. മുണ്ടേരി പോലെയുള്ള ചുവപ്പൻ പഞ്ചായത്തുകൾ UDF പിടിച്ചെടുത്തിരിക്കുന്നു. എതിരില്ലാതിരുന്ന CPM പഞ്ചായത്തുകളെല്ലാം എതിരാളികൾ വന്നു തുടങ്ങിയിരിക്കുന്നു CPMന്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമാണ് വടകര. CPMന് തിരുവായ്ക്കെതിർവായില്ലാത്ത കടത്തനാടൻ്റെ മണ്ണിൽ, ഒഞ്ചിയം രക്തസാക്ഷികളുടെ മണ്ണിൽ ഇന്ന് CPMന്റെ നെറികേട് വിളിച്ചു പറഞ്ഞ് പുറത്തുപോയവരാണ് അവിടുത്തെ രാജാക്കന്മാർ. CPM എന്ന പാർട്ടി തട്ടിപ്പുകാരുടെ പാർട്ടി എന്ന തിരിച്ചറിവിൽ ആദ്യം വിളിച്ചു പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, TP ചന്ദ്രശേഖരൻ. അദ്ദേഹത്തെ കുലം കുത്തിയെന്നും പറഞ്ഞുകൊണ്ട് കൊലയാളികൾക്ക് കൊട്ടേഷൻ കൊടുത്തു കൊന്നു CPMകാർ. അതോടെ എല്ലാ എതിർശബ്ദങ്ങൾ തീരും എന്ന് പിണറായിയും ജയരാജനുമെല്ലാം അങ്ങ് തീരുമാനിച്ചു. പക്ഷേ ആ TP ചന്ദ്രശേഖരൻ്റെ വിധവ KK രമയാണ് ഇന്ന് വടകരയുടെ MLA. CPM പാർട്ടി ഗ്രാമങ്ങളെല്ലാം കത്തി അമരുകയാണ് വടക്കേ മലബാറിൽ. അപ്പോഴാണ് പയ്യന്നൂരിലെ ചില വിഡ്ഢികൾ വെല്ലുവിളിയായി രംഗത്ത് വന്നത്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തിയ MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ ആദ്യം CPMകാർ മർദ്ദിച്ചു. അവരെ പലരെയും ആശുപത്രിയിലായതിനു ശേഷമാണ് BJPയുടെ പ്രകടനം വരുന്നത്. അവരെയും CPMകാർ ക്രൂരമായി മർദ്ദിച്ചു. അവരും പലരും ആശുപത്രിയിലായി. അതിനെ തടയാൻ അവിടെ പോലീസോ പാർട്ടി നേതാക്കളോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് അതിനുശേഷം ഏരിയ സെക്രട്ടറി നടു റോട്ടിൽ നിന്നും വെല്ലുവിളിക്കുകയാണ്. ഇത് ഓർമ്മയിൽ വച്ചോ, ഞങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചാൽ ഇതായിരിക്കും സ്ഥിതി, അതുകൊണ്ട് വായടക്കി വീട്ടിലിരുന്നോളണം എന്നാണ് തിട്ടൂരം. ഈ ഏരിയ സെക്രട്ടറി ഒന്ന് ഓർക്കേണ്ടത്, പയ്യന്നൂർ എന്നത് കേരളത്തിലെ CPMന്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ്, തർക്കമില്ല. പിണറായിയുടെ തലശ്ശേരിയേക്കാളും വലിയ സ്വാധീനം പയ്യന്നൂരിൽ CPMനുണ്ട്, ഒരു തർക്കവുമില്ല. പിണറായിയും ശ്രീമതിയും അടക്കമുള്ള നേതാക്കൾ പയ്യന്നൂരിൽ വന്ന് മത്സരിച്ചതും ഒരു ഭദ്രതയ്ക്ക് വേണ്ടി തന്നെയാണ്. നമുക്കറിയാം, KSU നേതാവായിരുന്ന സജിത്ത് ലാൽ എന്ന 24 വയസ്സുകാരനെ പയ്യന്നൂരിൻ്റെ നഗരവീഥിയിൽ വെച്ച് പട്ടാപ്പകൽ ബോംബെറിഞ്ഞു കൊല്ലുമ്പോൾ അതിന് സാക്ഷി പറയാൻ പോലും ആളില്ലാതിരുന്ന നാടാണ് പയ്യന്നൂർ. എങ്കിലും CPMകാർ സജിത്ത് ലാലിനെ കൊന്നത് ആ പയ്യനെ ഭയന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് ഇതേ MLA ആയ TI മധുസൂദനോട് തന്നെ ചോദിച്ചാൽ മതിയാകും. പക്ഷെ അപ്പോഴും CPM ഒരു കാര്യം ഓർക്കേണ്ടത്, പയ്യന്നൂരിൽ നിങ്ങൾക്കെതിരെ പ്രതിഷേധം നടത്താൻ പണ്ട് ആളില്ലായിരുന്നു. എന്നാൽ ഇന്ന് തല്ലുവാങ്ങിക്കാനെങ്കിലും ഇഷ്ടം പോലെ കോൺഗ്രസ്സുകാരനും BJPക്കാരനും തെരുവിലിറങ്ങാൻ ധൈര്യത്തോടെ പയ്യന്നൂരിൽ കടന്നു വരികയാണ്. CPMന്റെ ആഫീസ് പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി നഗരമായി പയ്യന്നൂർ മാറുകയാണ് എന്ന സത്യം നേതൃത്വം തിരിച്ചറിയണം. ഒരു പക്ഷേ ഇത് CPMന്റെ അവസാനത്തെ അക്രമമായിരിക്കും. പയ്യന്നൂരിൽ അത്രയ്ക്കും ജനങ്ങൾ വെറുത്തുപോയൊരു സംഭവമാണിത്. CPM ഇനി എത്ര അക്രമം കാണിച്ചാലും മറച്ചു വെക്കാൻ നോക്കിയാലും ഒരു കാര്യം സത്യമാണ് സഖാക്കളെ, നിങ്ങളുടെ MLA അടക്കമുള്ളവർ തട്ടിപ്പുകാരാണ്. രക്തസാക്ഷിയായ സഖാവ് ധൻരാജിൻ്റെ പേരിൽ പിരിച്ച പണം കട്ടു തിന്നവരാണ്. ത്രിപുരയിലും ബംഗാളിലും ഇത് തന്നെയായിരുന്നു സഖാക്കളെ നിങ്ങളുടെ ജോലി. അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് പാർട്ടി ഓഫീസ് പോലുമില്ല. അവിടെ അത് വേഗം സംഭവിച്ചു, ഇവിടെ ഇത്തിരി വേഗത കുറവ് എന്നു മാത്രം. പഴയ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ ഹൃദയത്തിൽ വെച്ച് സ്നേഹിക്കുന്ന ആ കുഞ്ഞികൃഷ്ണൻ സഖാവിനെ പോലെയുള്ളവർ ഇപ്പോഴും വന്ധ്യവയോധികരായിട്ട് പോലും ഉള്ളതുകൊണ്ട്, സത്യം പറയാൻ ധൈര്യപ്പെടുന്നത് കൊണ്ട് മാത്രം
നിങ്ങൾ നശിക്കാൻ അല്പം കാലതാമസം വരുന്നു എന്ന് മാത്രം. മധുസൂദനൻ MLA-യും ജയരാജന്മാരും പിണറായിയുടെ ശിഷ്യന്മാർ എന്നുള്ളതുകൊണ്ട് തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. അതിനെ ന്യായീകരിച്ചിനി നാറ്റിക്കണ്ട സഖാക്കളെ. പയ്യന്നൂരിൽ നടന്ന ആക്രമണം, അതായത് തകരുന്ന CPM നടത്തിയ അവസാന ആക്രമണം നമുക്കൊന്ന് കണ്ടു നോക്കാം. പ്രതിഷേധ പ്രകടനത്തിന് നേരെയും ആക്രമണമുണ്ടായി. പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ വെച്ച് പ്രകടനമായെത്തിയ CPM പ്രവർത്തകരും പ്രകടനമായി മടങ്ങിപ്പോവുകയായിരുന്ന BJP പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. പരിക്കേറ്റ പ്രവർത്തകരെ പയ്യന്നൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പാർട്ടിക്കെതിരായിട്ട് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അത് രാഷ്ട്രീയ എതിരാളികളായിരിക്കുമെന്നുള്ള ബോധ്യത്തിന്റെ പുറത്ത് ആ ഒരു ഇടപെടലാണ് ഇത് പാർട്ടിക്കെതിരായിട്ട് വരുന്നതിനെല്ലാം ഒരു സാമ്പിൾ വെടിക്കെട്ട് ഒരു സൂചനയാണ് വെടിക്കെട്ടും ഒരു വാണപ്പ മേലോട്ട് പോലുള്ള ഒരു സൂചന മാത്രമാണ് എന്നാണ് പറയുന്നത്. പയ്യന്നൂരിലെ പാർട്ടി എന്താണെന്ന് ഇവർ മനസ്സിലാക്കണം. അപവാദ പ്രചരണങ്ങൾ ഒരുപാട് പയ്യന്നൂരിലെ കമ്മ്യൂണിസ്റ്റുകാർ കണ്ടിട്ടുണ്ട്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അപവാദങ്ങൾക്ക് മുന്നിലിത് ഏതെങ്കിലും നേതാവിന് ഇട്ട് കൊടുത്തിട്ട് തടി രക്ഷപ്പെടുത്തുന്ന ആളുകളല്ല കമ്മ്യൂണിസ്റ്റുകാർ. പ്രിയപ്പെട്ടവരെ, ഇതാ നേതൃത്വത്തെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള അപകടകരമായ ഇടപെടലുമായിട്ട് ചില ആളുകൾ മുന്നോട്ട് വരുന്നു.